ചില നടിമാരൊക്കെ വളരെ ചെറിയ കഥാപാത്രങ്ങളോ അല്ലെങ്കിൽ കുറച്ച് കഥാപാത്രങ്ങളോ മാത്രം ചെയ്തിട്ട് പിന്നീട് അപ്രത്യക്ഷമായി പോയവരുണ്ടാകും. എന്നാൽ മലയാളികൾ അവരെ പൊതുവെ മറക്കാറില്ല. അവരുടെ ചിത്രങ്ങൾ എവിടെ വൈറലായാലും അത് പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന ഒരു പതിവുണ്ട്. അക്കൂട്ടത്തിൽ ഇപ്പോൾ ഒരു 2000 കാലഘട്ടത്തിൻ്റെ ഇടയിൽ തന്നെ പ്രത്യക്ഷപ്പെട്ട ഒരു നായിക, ജയസൂര്യയുടെയും ഇന്ദ്രജിത്തിൻ്റെയും അതുപോലെ ദിലീപിൻ്റെയും പൃഥ്വിരാജിൻ്റെയും ഒക്കെ നായികയായിരുന്ന, അവരോടൊപ്പം തന്നെ നന്നായി അഭിനയിച്ച് ഹിറ്റ് സിനിമകളിൽ സ്ഥാനം ഉറപ്പിച്ച നടിയായ നടി വന്ദന മോഹനെ കണ്ടെത്തിയിരിക്കുകയാണ് പ്രേക്ഷകർ. ഏറെ നാളുകൾക്ക് ശേഷം നടി വന്ദന മോഹനെ കണ്ടതിൻ്റെ സന്തോഷമാണ് പ്രേക്ഷകർ പങ്കുവയ്ക്കുന്നത്. കുറേയധികം നാളുകൾക്ക് മുൻപ് നടത്തിയൊരു മേക്ക് ഓവർ ആണെങ്കിലും പ്രേക്ഷകർ ഏറ്റെടുക്കുകയും കണ്ടുപിടിക്കുകയും ചെയ്യുന്നത് ഇപ്പോഴാണ്. അതിനിടയിൽ തന്നെ ഇത് നമ്മുടെ ആ സിനിമയിലെ നായികയല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് എത്തുന്നവരും വേറെയുണ്ട്. ഹസ്ബൻഡ്സ് ഇൻ ഗോവ അല്ലെങ്കിൽ ഹാപ്പി ഹസ്ബൻഡ്സ് എന്ന സിനിമ ധാരാളമാണ് ഈ നടിയെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തരാൻ. ഭർത്താക്കന്മാരുടെ ഇടയിലെ സൗഹൃദവും അവർ തമ്മിലുള്ള ബന്ധവും പിന്നീട് ആ സിനിമയെ വഴിതെളിയിക്കുന്നതായതുകൊണ്ട് തന്നെ അന്നത്തെ കാലത്തെ ഒരു ഹിറ്റ് പടമായിരുന്നു. സിനിമയിൽ നിന്ന് വിട്ടുനിന്നിട്ടും മലയാളികൾ ഇന്നും തിരയുന്ന ആ ചിരി നായികയോടുള്ള സ്നേഹം തന്നെയാണ് പ്രേക്ഷകർ ഇപ്പോൾ അറിയിക്കുന്നത്. ഇതോടെ സോഷ്യൽ മീഡിയ ഏറ്റെടുക്കുന്ന നല്ല വാർത്തയായി ഇത് മാറുകയും ചെയ്യുന്നു. പ്രേക്ഷകർക്ക് മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട് ഈ നടിയെ ഇപ്പോൾ. നായകനോടുള്ള സ്നേഹക്കൂടുതൽ കൊണ്ട് പിണക്കങ്ങളും പരിഭവങ്ങളും വന്ദനയോളം ഭംഗിയായി അവതരിപ്പിച്ചവൾ ചുരുക്കമാണെന്ന് പറയണം. എന്നാൽ ഇപ്പോഴും വലിയ മാറ്റമൊന്നുമില്ലാതെയാണ് ഈ 36-ാം വയസ്സിലും നടി കാണുന്നതെന്നാണ് പ്രേക്ഷകർ പറയുന്നത്. ചിലരൊക്കെ ഇപ്പോൾ സിനിമയിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ അവരുടെ സൗന്ദര്യം സംരക്ഷിക്കുന്നതിൽ നിന്ന് എപ്പോഴും മാറി നിൽക്കാറുണ്ട്. കുടുംബകാര്യങ്ങളും മറ്റുമായുള്ള തിരക്കിലായിരിക്കും ഭൂരിഭാഗം സമയവും. എല്ലാ പ്രാവശ്യവും ഇതിനെക്കുറിച്ച് അങ്ങനെ തന്നെയാണ് പറയുകയും ചെയ്യുന്നത്. എല്ലാവരും പ്രേക്ഷകരെല്ലാവരോടൊപ്പം തന്നെ സംസാരിക്കുകയും ചെയ്യുന്നു എന്ന് തന്നെ പറയാം. മലയാള സിനിമയിൽ കുറഞ്ഞ ചിത്രങ്ങളിലൂടെ തന്നെ പ്രേക്ഷകരുടെ ഹൃദയം കീഴടക്കിയ നടിയാണ് വന്ദന മേനോൻ. മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കുസൃതിക്കാരി. പ്രത്യേകിച്ച് തൻ്റെ നായകന് മറ്റൊരു പെൺകുട്ടിയോട് അടുപ്പം തോന്നുമ്പോൾ വന്ദനയുടെ കഥാപാത്രങ്ങൾ കാണിക്കുന്ന ആ കുസൃതി നിറഞ്ഞ അസൂയ പ്രേക്ഷകർക്ക് വലിയ ഇഷ്ടമായിരുന്നു. മയൂഖം ഹരിഹരൻ സാറിൻ്റെ സിനിമയിൽ നായികയായ സൈജു കുറുപ്പിനോടൊപ്പം വന്ദനയുടെ കഥാപാത്രത്തിന് തോന്നുന്ന സ്നേഹവും അതിനിടയിൽ വരുന്ന ചെറിയ പിണക്കങ്ങളും മലയാളികൾക്ക് ഇന്നും ഓർമ്മയുണ്ടാകും. സിംഹാസനം എന്ന 2012 പുറത്തിറങ്ങിയ പൃഥ്വിരാജ് നായകനായ ചിത്രത്തിൽ വന്ദനയുടെ പ്രകടനം വളരെ ശ്രദ്ധേയവുമായിരുന്നു. നായകനോടുള്ള ഇഷ്ടം കൊണ്ട് തന്നെ നായകൻ മറ്റൊരാളോട് സംസാരിക്കുമ്പോൾ തോന്നുന്ന ആ കുശുമ്പും വളരെ തന്മയത്വത്തോടെ വന്ദന അഭിനയിച്ചു ഫലിപ്പിച്ചു. അതുകൊണ്ട് തന്നെ വളരെ കുശുമ്പത്തിയായി പിണക്കങ്ങളോടെ നിൽക്കുന്ന കഥാപാത്രങ്ങളെ ഓർക്കുന്ന സമയത്ത് വന്ദനയുടെ കഥാപാത്രങ്ങൾ എന്തായാലും മലയാളികൾക്ക് ഓർമ്മ വരും. ഇത്രയും നാളും എവിടെയായിരുന്നു എന്നാണ് ഭൂരിഭാഗം പ്രേക്ഷകരും ഇപ്പോൾ വന്ദനയോട് ചോദിക്കുന്നത്. വന്ദനയെ കാണാനില്ലായിരുന്നല്ലോ എന്ന് പ്രേക്ഷകർ പറയുന്നു. ഇപ്പോഴും മലയാള സിനിമയിലൊക്കെ ഒരു തിരിച്ചുവരവല്ല താരം നടത്തിയിരിക്കുന്നത്. പകരം സോഷ്യൽ മീഡിയയിൽ തന്നെ തൻ്റെ ചിത്രങ്ങൾ പങ്കുവച്ചുകൊണ്ട് എത്തുകയാണ് എന്ന് തന്നെ പറഞ്ഞേ മതിയാകൂ. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.